വീണ തൈക്കണ്ടിയിൽ സേവനം ചെയ്തില്ല എന്ന് CMLR കമ്പനിക്ക് പരാതിയുണ്ടോ? അങ്ങനൊരു പരാതിയില്ല. ഞാൻ 24-ൽ നിന്ന് ഒരു കരാർ ഏറ്റെടുക്കുന്നു. ഞാൻ ആ കരാറിൽ ഏതെങ്കിലും തരത്തിൽ എൻ്റെ കരാറുമായി ബന്ധപ്പെട്ട് സേവനം കിട്ടിയിട്ടില്ലെന്ന് പറയേണ്ടത് ഒന്നുകിൽ SKN അല്ലെങ്കിൽ ഗോപികൃഷ്ണനെ പോലുള്ളവരാ. നിങ്ങൾ രണ്ടുപേരും പറയുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് പറയുന്നില്ല. മറ്റ് മൂന്നാമതൊരാൾ പറയാം നിങ്ങൾക്ക് സേവനം കിട്ടിയിട്ടില്ല എന്ന്. അത് റിലവൻ്റ് അല്ല, നിലനിൽക്കില്ല. ഇത് വസ്തുതയാണ്. എന്തിനൊക്കെ ദുരൂഹത ഉണ്ടാക്കുന്നതിനകത്ത്? CMRL ഒരു സ്വകാര്യ സ്ഥാപനമല്ല, പ്രസക്തിയില്ല. ഇത് വസ്തുതയാണ്. PK ഗോപൻ, CMRL ഒരു സ്വകാര്യ സ്ഥാപനമല്ല. ആയിക്കൊള്ളട്ടെ. അതുകൊണ്ട് അപ്പോൾ എക്സാലോജിക്ക് വേറെ ഏതെങ്കിലും ഒരു കമ്പനിയുമായി ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയതായോ? അതായത് എക്സാലോജിക്കിന്റെ പ്രധാന വരുമാന സ്രോതസ് എന്ന് പറയുന്നത് CMRL ആണ്. അവിടെ നിന്ന് വന്ന പണത്തിന്റെ കാര്യമാണ് കിടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഔദ്യോഗിക രേഖകളോ ഔദ്യോഗിക ആശയവിനിമയം സംബന്ധിച്ച തെളിവുകളോ ഹാജരാക്കാൻ കഴിഞ്ഞില്ലേ എന്നതല്ല ഈ കേസിന്റെ ക്രക്സ്. ഇനി താങ്കൾ പറഞ്ഞതുപോലെ ശരി, നിയമാനുസരണമാണ് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളതെങ്കിൽ അത് പരിശോധിക്കാനാണല്ലോ ഒരു ഏജൻസി ഉള്ളത്. അവരെ പരിശോധിക്കാനും നിയമവഴിയിൽ പോയി അതിനെ നേരിടുകയുമല്ലേ ചെയ്യേണ്ടത്? അത് പരിശോധിച്ച് ഹൈക്കോടതി തീർപ്പ് കൽപ്പിച്ചതാണ്. അതായത് മാത്യു കൊളനാടൻ കൊണ്ടുപോയ കേസിൽ ആ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കപ്പെട്ടു. അത് സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി പറഞ്ഞത് കിടപ്പുണ്ടല്ലോ നമ്മുടെ എല്ലാം മുമ്പിൽ, ഇറങ്ങിപ്പോകുന്നോ അതോ 10 ലക്ഷം രൂപ പിഴ അടക്കണമെന്നാണ് ചോദിച്ചത്. വീണ ജോർജിനെതിരായിട്ടുള്ള കേസുമായിട്ട് പോയപ്പോൾ മാത്യു കൊളനാടൻ MLA സുപ്രീം കോടതി ചോദിച്ചത് രാഷ്ട്രീയ നേതൃത്വമല്ല ചോദിച്ചത്, നിങ്ങൾ കോടതിയെ കളിയാക്കാനും കോടതിയുടെ സമയം കളയാനാണോ വന്നെന്ന് ചോദിച്ചത്. ആ കേസിൽ തീർപ്പ് കൽപ്പിച്ചതാണ്. അത് നിയമപരമായിട്ട് പണം കൈപ്പറ്റിയോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ഇതിനകത്ത് ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി ഇതുമല്ല പ്രശ്നം ശ്രീ ഗോപികൃഷ്ണ. ഇതിനകത്തെ വിഷയം എന്താ? ആദായ നികുതി വകുപ്പാണല്ലോ CMLR റെയ്ഡ് ചെയ്തത്, അല്ലെങ്കിൽ അവരാണല്ലോ പരിശോധിക്കാൻ ചെന്നേ. അപ്പോഴാണല്ലോ 170 കോടി രൂപയുടെ അധിക ചെലവുകൾ അവർ കാണിച്ചതായിട്ട് കണക്കാക്കുന്നു. ഇതാണല്ലോ പ്രശ്നം. അപ്പോൾ അവർ നികുതി അടച്ചിട്ടില്ല. ആ നികുതിയുടെ സെറ്റിൽമെൻറ്റ് ഉണ്ടാകുന്നു. 30% നികുതി അടച്ച് സെറ്റിൽമെൻറ്റ് പൂർത്തിയാക്കാൻ പറയുന്നു. അങ്ങനെ പൂർത്തിയാക്കാൻ പറയുമ്പോഴാണ് വേറെ ചില കാര്യങ്ങൾ പുറത്തു വരുന്നത്. അവർ രാഷ്ട്രീയക്കാർക്ക് പണം കൊടുത്തിട്ടുണ്ട്, ആരാധനാലയങ്ങൾക്ക് പണം കൊടുത്തിട്ടുണ്ട്, മാധ്യമങ്ങൾക്ക് പണം കൊടുത്തിട്ടുണ്ട്. ഈ 3 ഏജൻസികൾക്ക് അവർ പണം കൊടുത്തിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയക്കാരുടെ ചില ചുരുക്കപ്പേരുകൾ വന്നു. OC, PV, KK, RC. ഇതിൽ PV എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അങ്ങനെ അറിയപ്പെടുന്ന 2-3 രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് പിണറായി വിജയൻ പറയാം. പിണറായി വിജയൻ നിഷേധിച്ചു, തെളിവ് സമർപ്പിച്ച് അദ്ദേഹം കുറ്റവാളിയാണെങ്കിൽ എടുക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ PV അൻവറുണ്ട്, ആരും ആക്ഷേപിക്കുന്നില്ല. RC സമ്മതിച്ചു, രമേശ് ചെന്നിത്തല സമ്മതിച്ചു, ഞങ്ങൾ സംഭാവന വാങ്ങിച്ചു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു ഞങ്ങൾ സംഭാവന വാങ്ങിച്ചു. സംഭാവന വാങ്ങിക്കുമ്പോൾ 20,000 രൂപയിൽ കൂടുതലാണെങ്കിൽ അത് ബാങ്ക് ത്രൂവേ വാങ്ങിക്കാൻ പറ്റൂ. അപ്പോൾ അത് നിയമവിരുദ്ധമാണ്. അപ്പോൾ നിയമവിരുദ്ധമായി സംഭാവന വാങ്ങിച്ചതിൽ കേസില്ല. നിയമപരമായി ചെയ്തു കൊടുത്ത സേവനത്തിന് പണം വാങ്ങിച്ചതാണ് ആക്ഷേപം. ഇതാണ് ഇരട്ടത്താപ്പ്. ഇതാണ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇവരെ പരിഹാസ്യമായി പോകുന്നതിൻ്റെ കാരണം. അതാ, രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ സംഭാവന വാങ്ങിക്കാം. ഈ സംഭാവന അനധികൃതമായ സംഭാവന വാങ്ങിച്ചതിൻ്റെ പേരിലല്ലേ ആക്ഷേപം ഉണ്ടാവേണ്ടത്? ED പോകേണ്ടത് അവിടെ അല്ലേ? എന്നാൽ നിയമപരമായി പറ്റിയ പൈസ ഇവിടെ 1,72,00,000 രൂപയ്ക്ക് ഏതെങ്കിലും തരത്തിൽ അത് അധികമായ തുകയാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടത് അതിൻ്റെ ഏജൻസികളാണ്. ഈ CMLRന്റെ ആഡിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ കേസല്ല നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഇത് ഉദ്ദേശിക്കുന്നത് പിണറായി വിജയനെ തുടക്കത്തിൽ തന്നെ ഞാൻ ചോദിച്ചത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഇത് പിണറായി വിജയനെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന് നിങ്ങൾ പറയുമ്പോൾ ED ഇനിയും പരിശോധനയ്ക്കും അന്വേഷണത്തിന് വന്നാൽ നിങ്ങൾ തടയുമെന്നാണോ? അത് പറഞ്ഞാൽ എനിക്ക് അടുത്ത ആളിലേക്ക് പോകാം. അന്നല്ലല്ലോ, ഞങ്ങൾ തടഞ്ഞില്ലല്ലോ. അല്ല ഗോപികൃഷ്ണ, അങ്ങയുടെ ചോദ്യം വളരെ കൃത്യമാണ്. ഞങ്ങൾ ഈ 12 കേന്ദ്രത്തിലും തടഞ്ഞില്ല. ഇപ്പോൾ മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ മുഹമ്മദ് റിയാസ് ഇല്ല. ആരെയാ തടഞ്ഞു വെച്ചേ? അവർ അദ്ദേഹത്തിന്റെ വൃദ്ധരായ മാതാപിതാക്കളെ, അദ്ദേഹത്തിന്റെ വീട്ടിലെ കുട്ടികളെ തടഞ്ഞു വെച്ചേ. പിണറായി വിജയന്റെ വീട്ടിൽ തടഞ്ഞു വെച്ച ആരെയാ? ഈ കേസിൽ പ്രതിയല്ലാത്ത പിണറായി വിജയന്റെ ചെറുകുട്ടികളെ, അവരെയാണ് തടഞ്ഞു വെച്ചത്. അവരെ തടഞ്ഞു വെച്ചപ്പോൾ ഞങ്ങൾ അകത്ത് കയറിയോ? അവിടെ കുറച്ച് പോലീസുകാരിൽ വന്നവരാരെങ്കിലും അകത്ത് കയറിയോ? ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ ഞാൻ പറഞ്ഞു തീർക്കട്ടെ, അപ്പൊ മനസ്സിലാവും. ഗോപികൃഷ്ണൻ, ഞാൻ പറഞ്ഞു തീരട്ടെ. അതായത് ആരും ഈ 12 കേന്ദ്രങ്ങളിലും അകത്ത് കയറിയില്ല. ആ ജനങ്ങൾ നല്ലതുപോലെ കൂടിയ ജനങ്ങളെല്ലാം CPMന്റെ നേതാക്കന്മാർ മാത്രമല്ല. ഇപ്പൊ നിങ്ങൾ കണ്ണൂരിൽ പിണറായി വീട്ടിൽ, കൂത്തുപറമ്പ് വീട്ടിൽ റെയ്ഡ് നടത്തി.
ആ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ അവിടെ വന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചതെല്ലാം ദിനേശ് പേടിയിലെ പഴയ തൊഴിലാളികളും ചെത്തൊഴിലാളികളും ഒക്കെയാ. കാരണം അവരൊക്കെ എടുത്തുകൊണ്ട് നടന്നതായി പിണറായി വിജയൻ, അല്ലെങ്കിൽ അവരൊക്കെ ചേർത്ത് പിടിച്ചതായി പിണറായി വിജയൻ. ഈ ദിനേശ് പീഡിയിലെ തൊഴിലാളികളും ചെത്തു തൊഴിലാളികളും നെയ്ത്ത് തൊഴിലാളികളും ഒക്കെ ചേർത്ത് പിടിച്ചെടുത്ത ഒരാളാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയന്റെ വീട്ടിൽ ഇങ്ങനെ കുറച്ച് ആളുകൾ ചെല്ലുമ്പോൾ അവരവിടെ കൂടി, അവർ പ്രതിഷേധിച്ചു. ഇതൊക്കെ ശരിയാണ്. പക്ഷേ തിരുവനന്തപുരത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മുൻ മുഖ്യമന്ത്രി, ആ മുൻ മുഖ്യമന്ത്രി വീട്ടിൽ 8-10 മണിക്കൂർ അദ്ദേഹത്തിന് വെള്ളം കൊടുക്കാതെ അദ്ദേഹത്തെ തടഞ്ഞു വെച്ച് ഈ പണിയെല്ലാം കാണിച്ചിട്ട് പുറത്തേക്ക് വരുമ്പോൾ അവരെ സുരക്ഷിതമായി വിടാനുള്ള ഉത്തരവാദിത്വം കേരള പോലീസ് ഏറ്റെടുക്കണം, അല്ലെങ്കിൽ കേന്ദ്രസേന ഏറ്റെടുക്കണം. അവിടെ ജനങ്ങൾ പ്രതിഷേധിച്ചു. ശരിയാണ്, CPM-ന്റെ ഏത് പ്രവർത്തകരുണ്ടെങ്കിലും അങ്ങനെ ചെയ്തുകൂടാത്തതാ. ഞങ്ങൾ ED വന്നാൽ തടയത്തൊന്നുമില്ല കേട്ടോ. അങ്ങയുടെ ചോദ്യം കൃത്യമായിട്ട് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നു. ഞങ്ങൾ ED-യോ കേന്ദ്ര ഏജൻസിയോ ഒരു ഏജൻസിയോ ഞങ്ങൾ തടയത്തില്ല. അതിന്റെ പേരിൽ ഞങ്ങളെ തടഞ്ഞു വെച്ച് BJP കൊണ്ടുപോകാമെന്ന് BJP വിചാരിക്കുകയും വേണ്ട. അതിന് കോൺഗ്രസ് നേതാക്കന്മാരെ കിട്ടും, അതിന് സുവേന്ദു അധികാരിയെ കിട്ടും. അതായത് ഞാൻ കേട്ടു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.